നമ്മളിപ്പോൾ ഈ സിനിമയുടെ ഒരു യഥാർത്ഥ പേര് എന്താണോ ഇതിന്റെ സംവിധായകനടക്കം ഈ ഒരു സിനിമ ക്രൂ നൽകിയിരുന്ന ഒരു പേര്, അതേ പേരിൽ തന്നെ ആ സിനിമ പുറത്തിറങ്ങണമെന്നായിരുന്നല്ലോ അവർ ആഗ്രഹിച്ചിരുന്നതും അവർ ഉന്നയിച്ചതും. പക്ഷേ ഇതിപ്പോൾ സിനിമയുടെ പേര് മാറുകയാണ്, വി ജാനകി എന്നാക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇത്രയും കാലം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ഏൽക്കുന്ന ഒരു അടി എന്നുള്ളതാണ് ഈ ഇത്രയും വിചിത്രമായ പരിഹാസ്യമായ ചില വാദങ്ങൾ എന്ന സെൻസർ ബോർഡ് ഉന്നയിച്ചത് അത്തരത്തിലാണെന്ന് വിലയിരുത്തപ്പെടുമ്പോൾ അതിനെ കീഴ്പ്പെടേണ്ടി വന്നതാണോ സിനിമ ക്രൂവിന്? ഞാനതിനെ അങ്ങനെ കാണുന്നില്ല. കാരണം ആ നിർമ്മാതാവും സംവിധായകനും വിതരണക്കാരും ഒക്കെ സൂചിപ്പിച്ച പോലെ അവർക്ക് തീർച്ചയായിട്ടും വാണിജ്യപരമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ അവരുടെ മുകളിലുണ്ട്. ഈ സിനിമ റിലീസ് ചെയ്യണം, ഇതിന് ഒരു OTT കരാറുള്ളതാണ്. ആ കരാർ ഒരു അൾട്ടിമേറ്റം ഉണ്ട്, ഒരു ഡെഡ് ലൈൻ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ പ്രഷർ, വളരെയധികം വലിയ മുതൽ മുടക്കുള്ള ഒരു സിനിമ നിർമ്മിക്കുകയും സംവിധാനം ചെയ്യുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്നവരുടെ പ്രഷർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, CBFC ആദ്യമെടുത്ത നിലപാടിൽ നിന്ന് അവർക്ക് ബഹുദൂരം പുറകോട്ട് പോകേണ്ടി വന്നിരിക്കുന്നു. അത് തീർച്ചയായിട്ടും അതിന് ആ നിർമ്മാതാവിനെയും സംവിധായകനെയും അവർ നടത്തിയ ഒരു ലീഗൽ ബാറ്റിലിനെ അങ്ങേയറ്റം ബഹുമാനത്തോടു കൂടി വേണം നമ്മൾ കാണാൻ. അല്ലെങ്കിൽ ഈ റിസൾട്ട് ഉണ്ടാകുമായിരുന്നില്ല. ഇതിനു മുമ്പ് ഇത്തരം സമാനമായിട്ടുള്ള സംഭവങ്ങൾ ഇന്ത്യയിലെ പല സ്ഥാനത്തും ഉണ്ടായപ്പോൾ അതിന് കീഴ്പ്പെടുകയാണ്, നിരുപാധികം കീഴ്പ്പെടുകയാണ് നിർമ്മാതാക്കളും സംവിധായകരും ചെയ്തത്. പക്ഷേ മലയാളത്തിൽ ഒരു സംവിധായകനും ഒരു നിർമ്മാതാവും വിതരണക്കാരനും എല്ലാം നിയമപരമായിട്ടുള്ള ഒരു ഇടപെടലിലൂടെ അവർക്ക് CBFCയുടെ നിലപാട് അസംബന്ധമാണെന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെടും വിധം, പൊതുസമൂഹത്തിന് ബോധ്യപ്പെടും വിധം ഇത്തരത്തിലൊരു ഉത്തരവ് ഉണ്ടാക്കിയെടുത്തതിൽ അവരെ ഞാൻ അഭിനന്ദിക്കുന്നു. ഒപ്പം മലയാള ചലച്ചിത്ര വ്യവസായം ഒന്നടങ്കം, സാങ്കേതിക പ്രവർത്തകരും നിർമ്മാതാക്കളും നടീനടന്മാരും എല്ലാം അഭിനേതാക്കളും എല്ലാം ചേർന്ന്, ടെലിവിഷൻ രംഗത്തെ സാങ്കേതിക പ്രവർത്തകരും ടെലിവിഷൻ രംഗത്തെ അഭിനേതാക്കളും എല്ലാവരും ചേർന്ന് ഒന്നടങ്കം നടത്തിയ പ്രതിഷേധവും നിരന്തരമായ ഇടപെടലും തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു നിലപാടിലേക്ക് CBFC നിർബന്ധിച്ചു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പോലും തീർത്തും പരിഹാസ്യമാണ് താങ്കൾ ചൂണ്ടിക്കാണിച്ച പോലെ ഇതിൻ്റെ അഫിഡവിറ്റും ഇതിൻ്റെ സമവായവും. വി ജാനകി അല്ലെങ്കിൽ ജാനകി വി എന്ന ഈ ടൈറ്റിൽ മാറ്റുന്നതോടുകൂടി ജനക മഹാരാജാവിൻ്റെ മകളായ ജാനകിയല്ല, വിദ്യാധരൻ്റെ മകളായ ജാനകിയാണ് ഇത് എന്ന് ആളുകൾക്ക് ബോധ്യപ്പെടും എന്ന് പറയത്തക്ക വിധം പ്രേക്ഷകരുടെ ബുദ്ധിയെ താഴ്ത്തി കാണുന്നവരാണ് CBFC എന്നുള്ളത് എത്രത്തോളം പരിഹാസ്യമാണ്. അത് അവർക്ക് എപ്പോൾ ബോധ്യപ്പെടും എന്നെനിക്കറിയില്ല. ഇതിൻ്റെ അഫിഡവിറ്റിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഞാൻ വളരെ വിശദമായി അത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിയമപരമായി നിലനിൽക്കുന്നത് എന്നുള്ളത് മാത്രമല്ല, അവർ ഈ നിരന്തരം ഈ അഫിഡവിറ്റിൽ പറയുന്നൊരു കാര്യമുണ്ട്, കോമൺ മാൻ, കോമൺ സെൻസിക്കൽ, ഇങ്ങനെയുള്ള വാക്കുകൾ അവർ ഉപയോഗിക്കുന്നുണ്ട്. ആ പൊതുബോധത്തിന് പോലും പഥ്യമാകുന്ന കാര്യങ്ങളല്ല അവരിതിൽ പറയുന്നത്. അത് തീർച്ചയായും ഈ അഫിഡവിറ്റിൻ്റെ അവർ ഉന്നയിച്ചിരിക്കുന്ന പോയിന്റുകൾ മുഴുവനും ഞങ്ങൾ വിശദമായ ചർച്ചയ്ക്ക് വിധേയമാക്കും. അത് പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത് കേവലം ഒരു സിനിമയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടമല്ല, ഇതൊരു ആരംഭമാണ്. ആ ആരംഭത്തിൽ പാതിയോ അതിന് കൂടുതലോ വിജയം നേടാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷെ മുമ്പോട്ട് അതിൽ വിജയപരാജയങ്ങളുടെ പ്രശ്നമല്ല അന്തിമമായി. ഇത് CBFCയുടെ നിയമങ്ങളുടെ പൊളിച്ചെഴുത്ത്, അത് കുറേ കൂടി സുതാര്യമായിട്ട് പ്രവർത്തിക്കേണ്ട ഒരു ബോഡിയാണ് എന്നുള്ളത് വേണ്ടപ്പെട്ടവരെ ബോധ്യപ്പെടുത്തുക ഒക്കെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിലത് വിജയപരാജയങ്ങൾക്ക് അപ്പുറം പോകുന്നൊരു ലക്ഷ്യമാണത്. അതിലേക്ക് ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. ഇതൊരു സിനിമയ്ക്ക് വേണ്ടി നടത്തുന്ന പോരാട്ടമല്ല. ഇത് നിരന്തരമായും ഈ അഫിഡവിറ്റിനെ ബേസ് ചെയ്ത് തന്നെ CBFC പോലെയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് ഒരു കലാസൃഷ്ടിയെ കാണുന്നത് എന്നുള്ളത് പൊതുസമൂഹത്തെ മാത്രമല്ല ബന്ധപ്പെട്ട അധികാരികളെ ബോധിപ്പിക്കാനാണ് ഇനി അങ്ങോട്ട് ഞങ്ങൾ ശ്രമിക്കുക. മാത്രമല്ല ബി ഉണ്ണികൃഷ്ണൻ, നേരത്തെ ഹാരിസ് ബീരാൻ പറഞ്ഞതിൽ ഞാൻ ശ്രദ്ധിച്ചത്, ഇത്രയധികം പ്രൊമോഷൻ നടത്തിക്കഴിഞ്ഞ ഒരു സിനിമയാണ്, പ്രദർശനത്തിനായി തയ്യാറെടുത്തിരുന്ന ഒരു സിനിമയ്ക്ക് മാറ്റങ്ങൾ വരികയാണ് എന്നുള്ളത് അവരെ സംബന്ധിച്ച് പ്രതിസന്ധി തന്നെയാണല്ലോ. അത് സാങ്കേതികമായാണെങ്കിലും മറ്റ് സാമ്പത്തികമായാണെങ്കിലും വലിയൊരു പ്രതിസന്ധി അവരുടെ മുന്നിൽ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് 24 മണിക്കൂറിനകം ബോർഡിന് മുന്നിൽ ഈ മാറ്റങ്ങൾ വരുത്തി വീണ്ടും സിനിമ കാണിക്കാനുള്ള ഒരു തീരുമാനമൊക്കെ എത്രത്തോളം വലിയ പ്രതിസന്ധിയിലേക്കാണ് അവരെ എത്തിക്കുന്നത്? തീർച്ചയായിട്ടും ആ പ്രതിസന്ധിയെ നമ്മൾ താരതമ്യം ചെയ്യേണ്ടത് ഈ സിനിമയുടെ റിലീസ് അനന്തമായി നീളുന്നതിനെക്കുറിച്ചാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇന്ന് ചോദിച്ചത്, തീർച്ചയായും നിങ്ങളുടെ വാദം ഞാൻ മെറിറ്റിൽ കേൾക്കാം, ഒപ്പം നിങ്ങൾക്ക് ഒരു ജഡ്ജ്മെൻറ്റും ഉണ്ടാവും, പക്ഷേ അപ്പീലുകളുടെ സാധ്യത അപ്പോഴും നിലനിൽക്കുന്നു. ഈ സിനിമയുടെ റിലീസ് അനന്തമായി നീണ്ടുപോവുകയാണെങ്കിൽ, ഇപ്പോൾ തന്നെ ആ സിനിമ കുറേ നാളായിട്ട് ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടിരിക്കുന്ന ഒരു സിനിമയാണ്.
അപ്പോൾ എത്രത്തോളം വലിയൊരു സാമ്പത്തിക സമ്മർദ്ദമായിരിക്കും ആ നിർമ്മാതാവിൻ്റെ മുകളിൽ വരിക എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ അങ്ങനെ രണ്ട് തരത്തിലുള്ള പ്രതിസന്ധികൾ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ഈ സ്ഥിതിയിൽ അവർ ഇത് സ്വീകരിച്ചതിൽ ഞാനൊരു അപാകവും കാണുന്നില്ല. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു ആരംഭമാണ്. ഇവിടുത്തെ സാങ്കേതിക പ്രവർത്തകരും നിർമ്മാതാക്കളും അഭിനേതാക്കളുമെല്ലാം കൂട്ടായ പ്രവർത്തനത്തിലൂടെ മറ്റ് സംസ്ഥാനങ്ങളിലെയും മറ്റു ഭാഷകളിലെയും ചലച്ചിത്ര പ്രവർത്തകരെ ഒന്നിപ്പിച്ചുകൊണ്ട് ഈ CBFC എന്നുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു സിനിമയെ റിവ്യൂ ചെയ്യുന്നതിൻ്റെ മുഴുവൻ സാധ്യതകളെയും പൊളിച്ചെഴുതണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യവും അഭിലാഷവും. പക്ഷെ നമ്മൾ ഈ പറയുന്നത് പോലെ ഇത് ഇനിയും സംഭവിക്കില്ല എന്നുള്ളതിന് എന്താണ് ഉറപ്പ്? 96 കട്ടുകളടക്കം ഈ സിനിമയിൽ നിർദ്ദേശിക്കുന്നത്, പേരുമാറ്റാൻ നിർദ്ദേശിക്കുന്നതടക്കം സെൻസർ ബോർഡിന്റെ ഭാഗത്തുനിന്നുണ്ടായ നടപടികളെ ഇനിയും ഇവിടെ സംഭവിച്ചുകൂടാ, ഇനിയും ഒരു സിനിമ ഇത്തരത്തിൽ നേരിടില്ല എന്നുള്ളതിന് എന്താണ് ഉറപ്പ്? നമ്മളിപ്പോൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു പോരാട്ടം കണ്ടു, പക്ഷെ ആ പോരാട്ടത്തെ മുഴുവനായി വിജയിച്ചു എന്ന് പറയാനും കഴിയില്ലല്ലോ നമുക്ക്. ഈ മുഴുവനായി വിജയിച്ച പോരാട്ടങ്ങളെക്കാൾ പാതി വിജയിച്ച പോരാട്ടങ്ങളോ പരാജയപ്പെട്ട പോരാട്ടങ്ങളോ ആണ് ചരിത്രത്തിൻ്റെ ഗതി നിർണ്ണയിച്ചിരിക്കുന്നത്. പൂർണ്ണമായും വിജയിച്ച ഒരു വിപ്ലവവും ലോകത്ത് നടന്നിട്ടില്ല. പാതി വിജയിച്ച വിപ്ലവങ്ങൾ മാത്രമേ ലോകത്ത് നടന്നിട്ടുള്ളൂ. പരാജയപ്പെട്ട വിപ്ലവങ്ങളും നടന്നിട്ടുണ്ട്. ഇതാണ് എപ്പോഴും ചരിത്രത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്നത്. അപ്പോൾ പോരാട്ടം വിജയിച്ചോ പരാജയപ്പെട്ടോ, മുഴുവനായി വിജയിച്ചോ പരാജയപ്പെട്ടോ എന്നുള്ളതിലൊന്നും നമ്മളാരും ഖിന്നരല്ല. നമ്മൾ ഇത് മുമ്പോട്ട് കൊണ്ടുപോകുന്നു. താങ്കൾ സൂചിപ്പിച്ച സാധ്യത വളരെ സജീവമായി നിലനിൽക്കുന്നു. നാളെ വേറൊരു സിനിമയ്ക്ക് ഇത് ഉണ്ടാവില്ല എന്നൊരിക്കലും പറയാൻ സാധിക്കില്ല. ഉണ്ടാവുക എന്നുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ വിഷയം സജീവമായി നിലനിർത്താനും വേണ്ട ഇടപെടലുകൾ അധികാര കേന്ദ്രങ്ങളിൽ ഉണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങളിൽ അതിലേക്ക് അവരുടെ ശ്രദ്ധ ക്ഷണിക്കാനും ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ ഇപ്പോൾ ഏകോപിപ്പിക്കുന്നത്. ശരി, താങ്ക് യു ബി ഉണ്ണികൃഷ്ണൻ. ഫിഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണനാണ് ഇപ്പോൾ നിലവിൽ കോടതിയുടെ തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്.